റസ്മിൻ ചെയ്ത ഫിസിക്കൽ അസോൾട്ടിന് ലാലേട്ടൻ എന്ന് റസ്മിനെ പുറത്താക്കുവോ? ബിഗ് ബോസ് ഇജക്റ്റ് ചെയ്യോ? അതോ ഒരു സ്ട്രൈക്ക് കാർഡിലോ രണ്ടാഴ്ച ഡയറക്റ്റ് നോമിനേഷനിലോ പറഞ്ഞങ്ങ് ഒതുക്കോ? ലാലേട്ടൻ്റെ പ്രൊമോക്കായിട്ട് കട്ട വെയിറ്റിംഗ് ആണ് റസ്മിനെ കൊടയുന്നത് കാണാൻ വേണ്ടി. എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ റസ്മിൻ്റെ കേസ് നമ്മൾ എല്ലാവരും കണ്ടതാണ്. ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് കരുതിക്കൊണ്ടാണ് ജാസ്മിൻ്റെ ഹെൽമെറ്റ് അടിച്ച് പൊട്ടിക്കുന്നതും കഴുത്തിന് പിടിക്കുന്നതെന്നും കാണിക്കാത്തത്. പക്ഷേ കഴുത്തിന് പിടിച്ച് തള്ളുകയും അടിക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ സത്യം തന്നെയാണ്. ഞാൻ വന്ന് നിങ്ങളോട് വീഡിയോ ഇട്ട് പറഞ്ഞിരുന്നു. ഇത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഈ സാധനം ടെലികാസ്റ്റ് ചെയ്യാത്തത്. കാരണം വയലൻസ് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇമ്മീഡിയറ്റ് ഇജക്ഷൻ ചെയ്യാനുള്ള സാധനം, പുറത്താക്കാനുള്ള സാധനമാണ് റസ്മിൻ കാണിച്ചത്. പക്ഷേ അന്നേരം ബിഗ് ബോസ് ജാസ്മിനെ പരാതി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജാസ്മിൻ പരാതി ഇല്ല എന്ന് പറഞ്ഞു. പെട്ടെന്നായിട്ടുള്ള ഒരു സഡൻ തീരുമാനമായിരുന്നു അത്. നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. റോക്കിയുടെ കേസ് വന്നപ്പോൾ റോക്കിയെ പിടിച്ച് അപ്പം തന്നെ എവിക്റ്റ് ആക്കി. ചോദിക്കാൻ പറയാനൊന്നും ചെയ്യേണ്ട ഒരു അവസ്ഥ അന്നേരം വന്നില്ല. പക്ഷേ ഈ റസ്മിൻ്റെ കാര്യം വന്നപ്പോൾ ജാസ്മിൻ്റെ അടുത്ത് അഭിപ്രായം ചോദിച്ച് രണ്ടുപേരെയും കൺഫെഷൻ റൂമിൽ വിളിച്ച് അതിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. അത് വേണമെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ കരുതാം. ഒന്നുകിൽ ലാലേട്ടൻ വീക്കെൻഡിൽ വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനിക്കട്ടെ എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെ നോക്കുമ്പോൾ റസ്മിനെ പുറത്താക്കാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഒരുപക്ഷെ ഇന്ന് ലാലേട്ടൻ വന്ന് വളരെ കൃത്യമായി ആ കാര്യകാരണങ്ങളെല്ലാം പറഞ്ഞ് റസ്മിനെ നിങ്ങൾ ഇങ്ങനെ ചെയ്തത് ഇനി നിങ്ങൾക്ക് തുടരാൻ പറ്റത്തില്ല, നിങ്ങൾ ചെയ്ത തെറ്റാണ്, അന്നേരം പുറത്താക്കിയില്ലെന്നേ ഉള്ളൂ, നിങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുറത്താക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. മിക്കവാറും അത് നടക്കൂല. കാരണം പുറത്താക്കണമെങ്കിൽ അന്നേ പുറത്താക്കണമായിരുന്നു. മിക്കവാറും ഇത് നടക്കൂല. എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ ലാലേട്ടൻ വന്ന് അങ്ങനെയെങ്കിലും പറയുമെന്ന്. കാരണം റോബിൻ്റെയൊക്കെ കേസിൽ വീക്കെൻഡ് വരെ വെയിറ്റ് ചെയ്തില്ലേ? റോബിൻ റിയാസിനെ ഫിസിക്കൽ അസോൾട്ടിൽ വീക്കെൻഡ് വരെ വെയിറ്റ് ചെയ്തിട്ടല്ലേ ലാലേട്ടൻ പുറത്താക്കിയത്. അത് അന്ന് സീക്രട്ട് റൂമിലിട്ടു. ഇന്ന് സീക്രട്ട് റൂമിലൊന്നും ഇട്ടില്ല. ജാസ്മിന് പരാതി ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ വീട്ടിലുള്ള എല്ലാവരുടെയും ഒപ്പീനിയൻ കണക്കിലെടുക്കും. ചിലപ്പോൾ പ്രേക്ഷകരുടെ ഒപ്പീനിയൻ കണക്കിലെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് റസ്മിനെ ഇന്ന് പുറത്താക്കുമെന്ന് എനിക്കൊരു ചെറിയ പ്രതീക്ഷ ഉണ്ട്. വളരെ ഒരു 5% മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. പിന്നെ ഉള്ളൊരു സാധനമാണ്, ഇനി പുറത്താക്കിയില്ല എന്നിരിക്കട്ടെ, ഇത് ഡിസ്കസ് എങ്കിലും ചെയ്യണേ ഈ കേസ്. അതിനകത്ത് ലാലേട്ടൻ ഇന്ന് തീപ്പൊരി ആവുമോ നനഞ്ഞ പടക്കമാവോ എന്ന് നമുക്ക് കണ്ടറിയാം. തീപ്പൊരിയായി റസ്മിൻ നിങ്ങൾ എന്താണ് ചെയ്തത്, നിങ്ങൾ ചെയ്തത് തെറ്റ്, ഇതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് കിട്ടും, നിങ്ങളെ പണിഷ് ചെയ്യും എന്ന് പറഞ്ഞുള്ള ഒരു പ്രൊമോയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. റസ്മിനെ വലിച്ചു കീറി ഒട്ടിക്കുന്ന ഒരു പ്രൊമോയാണ് പ്രതീക്ഷിക്കുന്നത്. അത് വരട്ടെ. അത് തന്നെ റസ്മിനെ വലിച്ചു കീറി ഒട്ടിക്കുമെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, ഫസ്റ്റ് പ്രൊമോ അതായിരിക്കും. ഫസ്റ്റ് പ്രൊമോ റസ്മിനെ ഇന്ന് ലാലേട്ടൻ എന്തെങ്കിലും ഒരു വേർഡ് പറയുന്നുണ്ടെങ്കിൽ, ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊമോ അതായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഫസ്റ്റ് പ്രൊമോ വേറെ വല്ല കളിച്ചിരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കേ വേണ്ട. റസ്മിനെ ഒരു വകയും പറയാൻ പോകുന്നില്ല. റസ്മിനെ പുറത്താക്കിയില്ല എന്നിരിക്കട്ടെ, ഒന്നുകിൽ ഒരു സ്ട്രൈക്ക് കാർഡ്, ഇല്ലെങ്കിൽ നോമിനേഷൻ ഡയറക്റ്റ്. ഇത് രണ്ടിലേതെങ്കിലും ഒന്നെങ്കിലും നടക്കും. ചിലപ്പോൾ രണ്ടും നടക്കും. സ്ട്രൈക്ക് കാർഡും കൊടുക്കും, നോമിനേഷനും ചെയ്യും. പുറത്താക്കിയില്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ പുറത്താക്കാനുള്ള വേലത്തരമാണ് റസ്മിൻ കാണിച്ചത്. പിന്നെ ഈ ജാസ്മിൻ പറയുന്ന കാര്യം കേൾക്കേണ്ട ആവശ്യമില്ല. ഫിസിക്കൽ അസോൾട്ട് നടന്നോ അവിടെ പറയുന്ന ആൾക്കാരുടെ ഇത് വെച്ചിട്ടല്ല പുറത്താക്കും. ഹിന്ദി ബിഗ് ബോസ് അല്ലല്ലോ. ഹിന്ദി ബിഗ് ബോസ് ആണെങ്കിൽ ഓക്കെ, ഇത് മലയാളം ബിഗ് ബോസ് അല്ലേ. മാത്രമല്ല ഓരോ സീസണിലെയും ഓരോരുത്തർക്കും ഓരോ റൂളോ. റോക്കിക്ക് വേറൊരു റൂള്, ജാസ്മിൻ അന്ന് ജയിലിൽ വെച്ച് അടിച്ചപ്പോൾ ജാസ്മിന് വേറെ റൂള്, റസ്മിൻ ഇന്ന് അടിച്ചപ്പോൾ റസ്മിന് വേറെ റൂള്. നോക്കാം. എന്തായാലും ഒരു തീപ്പൊരി പ്രമോ, ഒരു തീപാറും പ്രമോയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. റസ്മിനെ കൊടയുന്ന പ്രമോ. വെയിറ്റ് ചെയ്യാം. സത്യം പറഞ്ഞാൽ ഞാൻ പറയുന്ന റസ്മിനെ ഇജക്റ്റ് ആക്കാനാണ്. ജാസ്മിൻ പോയി ചെയ്തത് തെറ്റാണോ, ഓണർ പറയുന്നതിന് അഗെയിൻസ്റ്റ് ചെയ്യാമോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, ജാസ്മിൻ എന്നല്ല, ഈ വേണമെങ്കിൽ ഈ പറയുന്ന റസ്മിന് വേണമെങ്കിലും തിരിച്ച് ജാസ്മിനെ പറയാമായിരുന്നു. എന്ത് വേണമെങ്കിലും റസ്മിന് പറയാമായിരുന്നു. ജാസ്മിൻ്റെ ദേഹത്ത് റസ്മിൻ കൈവയ്ക്കാനുള്ള അധികാരമില്ല. റസ്മിൻ എന്നല്ല, ആർക്കും ആരുടെയും ദേഹത്ത് കൈവയ്ക്കാനുള്ള അധികാരം അവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ കൈവച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഇമ്മീഡിയറ്റ് ഇജക്ഷൻ നടത്താനുള്ളതാണ്. അത് നടത്തിയില്ല. ഇന്ന് ലാലേട്ടനെങ്കിലും അത് നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കാം. ഓക്കെ, അടുത്ത അപ്ഡേറ്റുകളും വിശേഷങ്ങളും പ്രൊമോയുടെ വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ അതുവരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ബിഗ് ബോസ് ആണ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇൻസ്റ്റാ പേജ് FB പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.